ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിയായി, അങ്ങനെ ഉറങ്ങാനൊന്നും കഴിയുന്നില്ല. അവസാനം ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ച് തനിക്ക് വേണ്ടപ്പെട്ട ഒരാളടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറങ്ങി കുറെ ദിവസമായെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നീ ഇന്നൊരു സഹായം ചെയ്യണം. നാളെ നീ ആത്മഹത്യ ചെയ്തു. എനിക്കൊരു മരുഭൂമിയുണ്ട്, അതിലൊരു 50 ഒട്ടകങ്ങളുണ്ട്. ഈ 50 ഒട്ടകങ്ങളെ നീ ഇന്ന് രാത്രി ഒന്ന് നോക്കണം. നോക്കിയതിന് ശേഷം, അതുങ്ങൾ ഉറങ്ങിയതിന് ശേഷം നീ ഉറങ്ങിക്കോ. എന്നിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് നീ നാളെ രാവിലെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോഴും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം നിങ്ങളുടെ ഒട്ടകങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. കുറച്ച് ഒട്ടകങ്ങളൊക്കെ ഉറങ്ങി, കുറച്ചൊക്കെ എൻ്റെ ചുറ്റി ഇങ്ങനെ നടക്കുകയാണ്, കുറച്ചൊക്കെ വെറുതെ ഇങ്ങനെ നിന്ന് എന്നെ നോക്കുന്നു, എനിക്കത് കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണടോ നിന്റെ പ്രശ്നവും. ചില പ്രശ്നങ്ങൾ നിന്നെ കൊണ്ട് അതിനെ തീർക്കാൻ കഴിഞ്ഞു, ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ചില പ്രശ്നങ്ങൾ നിന്റെ ചുറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ, അത് കാരണം നീ എന്തിനാ ഉറക്കം കളയുന്നേ? ആ പ്രശ്നങ്ങൾക്ക് തളരുമ്പോൾ, ആ സാഹചര്യമോ അല്ലെങ്കിൽ ആ വ്യക്തി തളരുമ്പോൾ അവർ ഉറങ്ങിക്കോളും. അവർക്ക് വേണ്ടിയിട്ട് നീ എന്തിനാ സമയം കളഞ്ഞ് നിന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നേ? അവരുടെ പ്രശ്നം തീർക്കാൻ, ആ ഒട്ടകങ്ങളെ ഉറക്കാൻ വേണ്ടി നീ ശ്രമിച്ചു, കുറച്ചു ഉറങ്ങിയില്ല. അത് ഉറങ്ങാത്തത് നിന്റെ തെറ്റല്ലല്ലോ. അവർക്ക് മനസ്സിലാവുന്നില്ല. നീ ആത്മഹത്യ ചെയ്താലും അവർക്ക് ഉറക്കം വന്നാൽ അവർ ഉറങ്ങും, നീ ഉറങ്ങിയാലും അവർക്ക് ഉറക്കം വന്നാൽ അവർ ഉറങ്ങിക്കോളും. അതുകൊണ്ട് ഉള്ള ജീവിതത്തിന് ആത്മഹത്യ ചെയ്യണോ, അതോ ഉറങ്ങി സമാധാനമായിട്ട് കുറച്ചു പേരെങ്കിലും ഉറക്കിയല്ലോ, കുറച്ച് പ്രശ്നങ്ങളെങ്കിലും എന്നെ കൊണ്ട് തീർക്കാൻ കഴിഞ്ഞല്ലോ എന്ന സമാധാനത്തിൽ ഉറങ്ങണോ എന്ന് ചിന്തിച്ച് ഈ ചെറിയ ജീവിതത്തിനെ വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോക്കൂടെ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് കേട്ടോ.